നാളെയും മറ്റന്നാളും നല്ല ദിവസമാണ്. തിരുവോണത്തിൻ്റെ അതെ വ്യാഴാഴ്ചയും അതെ, തിരുവോണത്തിൻ്റെ അന്നും അതെ, നല്ല ദിവസമാണ്. ഓണപ്പരിപാടിയെല്ലാം നടക്കുന്ന ദിവസമാണ്. അന്ന് തന്നെ നബിദിനും, അന്ന് വെള്ളിയാഴ്ചയും അതെ, തിരുവോണം അതെ, മറ്റന്നാൾ വെള്ളിയാഴ്ച എല്ലാം അതെ. നാളെയും മറ്റന്നാളും നല്ലൊരു ദിവസമാണ്. ഓണപ്പരിപാടിയെല്ലാം നടക്കുന്ന ദിവസമാണ്. അന്ന് നബിദിനും അതെ, എല്ലാ പരിപാടിയും. അതുകൊണ്ട് എല്ലാവരും നല്ല സ്നേഹത്തോടെ, ജാതി മതം മറന്ന് എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെ മുമ്പോട്ട് പോകണം. അതിൽ ജാതിയെന്നോ മതമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ ഒന്നും ജാതിയില്ലാതെ എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകണം. ജാതി വർഗീയത ആരും ഒരു ഇതും വെക്കാൻ പാടില്ല. എല്ലാവരും നല്ല സന്തോഷത്തോടെ മുമ്പോട്ട് പോകണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാനൊരു ഇത് വെക്കുന്ന ഒരാളല്ല. ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്. ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഇതിൽ എല്ലാ ഭിന്നശേഷിക്കാർക്കും വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. അതിൽ ഹിന്ദുവുണ്ട്, ക്രിസ്ത്യനുണ്ട്, മുസ്ലിമുണ്ട്. എല്ലാവരും അതിൽ ജാതി മതം ഒന്നുമില്ല. നല്ല ഐക്യത്തോടെ മുമ്പോട്ട് പോകണം. എല്ലാവരും എപ്പോഴും, ഒരു ദിവസമല്ല, എല്ലാ ദിവസവും അങ്ങനെ സ്നേഹത്തോടെ മുമ്പോട്ട് പോകണം. അതിൽ ജാതിയോ മതമോ ഒന്നും കാണണ്ട. നല്ല ഇപ്പം ഞാൻ വെള്ളിയാഴ്ച എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും പോകുന്നുണ്ട്. അപ്പം ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് എത്രയോ ഭിന്നശേഷിക്കാരുണ്ട്, അവർക്ക് ഞാൻ പ്രാർത്ഥിക്കലുണ്ട്. എല്ലാവരും എത്രയോ പാവപ്പെട്ട എത്രയോ ആൾക്കാരുണ്ടല്ലോ, എത്രയോ ആൾക്കാരുണ്ട്. അത് ജാതിയോ മതമോ ഒന്നുമില്ല. അതൊന്നും നോക്കണ്ട. എല്ലാവരും നല്ല സ്നേഹത്തോടെ മുമ്പോട്ട് പോകണം. നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒന്നും കഴിവില്ലാത്ത എത്രയോ ആൾക്കാർ, ഒന്നും കഴിവില്ലാത്ത എത്രയോ ഭിന്നശേഷിക്കാരുണ്ട്. നമ്മുടെ കൈ നീട്ടിയിട്ട് ആരെങ്കിലും നമുക്ക് വന്നു കഴിഞ്ഞെങ്കിൽ അവർ തിരിച്ച് പറഞ്ഞേക്കാൻ പാടില്ല. അതിൽ ജാതിയോ മതമോ ഒന്നും നോക്കണ്ട. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ 10 രൂപയെങ്കിൽ 10 രൂപ, 20 രൂപയെങ്കിൽ 20 രൂപ, എന്തെങ്കിലും നമ്മുടെ കയ്യിൽ നിന്നൊരു സഹായം അവർക്ക് ചെയ്ത് കൊടുക്കണം. അതുകൊണ്ട് എല്ലാവരും നല്ല സ്നേഹത്തോടെ മുമ്പോട്ട് പോകണം. എന്തെങ്കിലും കൊടുക്കണം. ഇപ്പം ചില ആൾക്കാരുണ്ട്, ചെറിയ ആൾക്കാരുണ്ട്, വന്നിട്ടായിട്ടാകുമ്പോൾ എൻ്റെ ഒന്നുമില്ലാന്ന് പറഞ്ഞ് പോകുന്നു. അപ്പോൾ അങ്ങനെ തിരിച്ചാൻ പാടില്ല. അവരിൽ ഒന്നും ഉണ്ടാവില്ല, അവർ ചായ കുടിക്കാനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എന്താക്കാം, അതിൽ ജാതിയോ മതമോ ഒന്നും കാണണ്ട. അവർക്കൊരു 10 രൂപയെങ്കിൽ 10 രൂപ, നമ്മൾ കയ്യിൽ നിന്ന് പൈസ 10 രൂപയിൽ കുറഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ലല്ലോ. 10 രൂപ 10 രൂപ, 20 രൂപ 20 രൂപ, അത് നമുക്ക് കൊടുക്കാം. അത് നമ്മുടെ സന്തോഷമല്ലേ. അങ്ങനെ ചെയ്യുക. അതിൽ ജാതിയോ മതമോ ഒന്നും നോക്കണ്ട. അതുകൊണ്ട് എല്ലാവരും നല്ല സന്തോഷത്തോടെ സ്നേഹത്തോടെ മുമ്പോട്ട് പോകണം. ഇത് കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.